അത്താഴം മിതമായേ കഴിക്കാവൂ എന്നാണ് പറയുന്നത്. ഇതിൽ യാഥാർത്ഥ്യമുണ്ട്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാൻ എളുപ്പമുള്ളതായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്ക് സുഗമമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഊർജ്ജത്തെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതായത് രാത്രിയിൽ ഏറെ വൈകി ഭക്ഷണം കഴിക്കാതിരിക്കുക. കഴിയുമെങ്കിൽ പണ്ടുള്ളവർ പറയും സന്ധ്യയ്ക്ക് മുൻപ് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ വളരെ നേരത്തെ ഭക്ഷണം കഴിക്കാം. അതായത് ഭക്ഷണം കഴിച്ച് അത്താഴം കഴിഞ്ഞാൽ അരക്കാതം നടക്കണം എന്നാണല്ലോ പറയുന്നത്. അതായത് ഭക്ഷണം കഴിച്ചാൽ ചെറിയൊരു നടത്തം നല്ലതാണ്. കാരണം ആ ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കാനായിട്ടത് സഹായിക്കും. വളരെ നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കുക. കഴിയുമെങ്കിൽ 6 മണിക്കോ 7 മണിക്കെങ്കിലും ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കാം. ഒരു 9 മണിക്ക് ശേഷം ഉറങ്ങുന്നവരാണെങ്കിൽ 7 മണിക്ക് ഭക്ഷണം കഴിച്ചാലും മതിയാകും. വളരെ നേരത്തെ മിതമായ അളവിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന് അത് ദഹിക്കാനായിട്ടുള്ള, കിടക്കുന്നതിന് മുൻപ് ദഹിക്കാനായിട്ടുള്ള സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് വിശ്രമമൊന്നുമില്ലല്ലോ, സദാസമയവും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ബാക്കിയുള്ള സമയം മുഴുവൻ, അതായത് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ വേറെ പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള സമയം മുഴുവൻ അതിൻ്റെ അതായത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് സെല്ലുകളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കാനും ശരീരത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും സഹായിക്കുന്ന തരത്തിലുള്ള വളരെയധികം പ്രോസസ്സുകൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. അതായത് മെയിൻ്റനൻസ് പ്രോസസ്സൊക്കെ നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. അല്ലാത്ത സമയത്തെല്ലാം നമ്മുടെ ചിന്തകൾക്ക്, പ്രവൃത്തികൾക്ക് വേണ്ടതായിട്ടുള്ള ഊർജ്ജം ആവശ്യമായതിനാൽ മറ്റുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അതിൻ്റെ റിപ്പയറിങ് എല്ലാം നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ ദീർഘമായിട്ട് കുറച്ചധികം സമയം നമ്മൾ ഉറങ്ങുന്നുണ്ട്. ആ സമയം മുഴുവൻ നമ്മുടെ ശരീരത്തെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരീരം സ്വയം നമ്മളെ റിപ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും അത്താഴം അത്തിപ്പഴത്തോളം എന്നാണ് പറയുക. അത്താഴം അത്തിപ്പഴത്തോളം കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഊർജ്ജവും നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗൻസും ഈ ഒരു റിപ്പയറിങ് പ്രോസസ്സിനായിട്ട് ആ ഒരു സമയത്ത് യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം അത്താഴം കഴിക്കാൻ ശ്രദ്ധിക്കുക. വളരെ നേരത്തെ തന്നെ അത്താഴം കഴിക്കാൻ ശ്രദ്ധിക്കുക.